സച്ചിയെ ഇനി തളച്ചിടാനാവില്ല. ബോധം വന്നാലുടൻ അവൻ അർച്ചനയ്ക്ക് പിന്നാലെ പായിക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ പൂജ നടത്താൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുവോ? അമ്മേ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാൽ ആരുടെയും സമനില തെറ്റിപ്പോവും. ഇവിടുത്തെ ഈ ദൈവികമായ ശക്തിയും അന്തരീക്ഷവും പൂജാ ചടങ്ങുകളിലെ മന്ത്രോച്ചാരണവും അവിടെ കണ്ട നിറങ്ങളും എല്ലാം ഒരു നിമിഷം അയാളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം. അമ്മേ, നമ്മളെപ്പോഴാ വീട്ടിലേക്ക് പോകുന്നേ? നമുക്ക് പോവാം മോളെ, ഇപ്പൊ തന്നെ പോവാം. എന്തായാലും നമുക്ക് ഗുരുജിയോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. വേണ്ട, ഇനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. നമുക്കിപ്പൊ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അമ്മ, വേഗം ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യ. നമുക്ക് ഇറങ്ങണം. അമ്മേ, സമൃദ്ധ പറഞ്ഞു കേട്ടില്ലേ? വേഗം മുറിയിലേക്ക് ചെല്ലേ, പോയി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യ്. മോളെ, മോളും കൂടെ അച്ഛമ്മയോട് ചെല്ലേ. അമ്മേ, മോളെ കൂടി കൊണ്ടുപോകും. വാ മോളെ. എടോ, താനതൊക്കെ അങ്ങ് മറക്ക്. ഇതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിനൊരു കുഴപ്പവും വരില്ല. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്തിനും ഞാനില്ലേ കൂടെ. പോവാം, നമുക്ക് പോവാം. അവള് അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഇല്ല മാഡം, എനിക്ക് ഉറപ്പാ തിരിച്ചറിഞ്ഞിട്ടില്ല. സച്ചി ഓടി വന്ന അർച്ചനയെ കെട്ടിപ്പിടിച്ചതും ഒരു നിമിഷം അർച്ചന ഒന്ന് ഷോക്കായി. അടുത്ത നിമിഷം അർച്ചന അവനെ തട്ടിമാറ്റി. ആ സമയത്ത് ഗോകുലൊന്നും ചെയ്തില്ലേ? വന്നു പിടിച്ചു മാറ്റി. പിന്നെ ഞാൻ നമ്മുടെ ആളുകളെ അങ്ങോട്ട് കയറ്റി വിട്ടു. അവര് നല്ലതുപോലെ അങ്ങ് പെരുമാറി. അതുകൊണ്ട് എന്ത് നേട്ടം? ആ ബഹളത്തിനിടയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവനെ അങ്ങ് തീർക്കണമായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ മുങ്ങിയാ മതിയായിരുന്നു. അതിന് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷേ അത് നടന്നില്ല. നാണോ ഇല്ലേ മൂർത്തി എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നെന്ന് പറയാൻ? മാഡം, നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ സംഭവിച്ചത്. ഞാൻ ഇത് തന്നെയാ പ്രതീക്ഷിച്ചത്. നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഏറ്റവും അവസാനം സച്ചിയും അർച്ചനയും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വന്നാൽ അവനെ അങ്ങ് തീർക്കുക. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നല്ലേ? മാഡം, ആകെ ഒരു ആശ്വാസമേ ഉള്ളൂ, അർച്ചന അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതി പിടിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ. അടുത്ത ആള് വരുന്നുണ്ട്. പൂജ മുടങ്ങിയതിന്റെ സന്തോഷത്തിലായിരിക്കും. മോളെ, ഞങ്ങള് തിരിച്ചു പോവുക. അമ്മയ്ക്ക് സന്തോഷമായല്ലോ. മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിച്ചില്ലേ? ഗൗരിമോൾക്ക് അമ്മയെ നഷ്ടപ്പെടരുത്, എന്റെ മകന്റെ ജീവിതം നശിക്കരുത്. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്തായാലും പൂജയും മുടങ്ങി, അവൾക്ക് ഓർമ്മയും തിരിച്ചു കിട്ടിയില്ല. ഏതൊക്കെ ദൈവങ്ങളോട് നന്ദി പറഞ്ഞാൽ മതിയാവും. മൂർത്തിയും കൂടെയുള്ളവരും പൂജ മുടക്കാൻ ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ചെയ്തു. എന്തൊരടിയായിരുന്നു. അവനത് വേണം. അവന് ഭ്രാന്താണെന്നേ. സമൃദ്ധ അവന്റെ ഭാര്യയായിരുന്നു പോലും. ഇവനെയൊക്കെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുക വേണ്ടത്. എന്തായാലും ഞങ്ങൾ പോവാ. നമുക്ക് പിന്നെ കാണാം മോളെ. വരട്ടെ അമ്മേ.
ഗോകുലിനോട് ഒരു കാര്യം പ്രത്യേകം പറയണം. എന്ത് കാര്യം? സമൃദ്ധയുടെ പഴയ കാലം തിരയാൻ ഇനി നടക്കരുതെന്ന്. സമൃദ്ധ പലതും പറയും, പക്ഷേ ഇനി അതിന്റെ പിന്നാലെ പോയാ ഇപ്പൊ സംഭവിച്ചതായിരിക്കില്ല പിന്നെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നഷ്ടപ്പെട്ടു പോവും. അത് അമ്മ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഒരു കടമ്പ കടക്കുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് ദൈവം സാധിച്ചു തന്നില്ലേ? ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മോളെ. അവൾ ഇനി എന്റെ മരുമകളായിട്ട് തന്നെ ജീവിക്കും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് മോളെ വിളിക്കാം. അവിടെ എല്ലാവരും പോകാൻ റെഡിയായിട്ട് നിൽക്കുക. ഞങ്ങളും പുറപ്പെടുക. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അമ്മയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കറിയാം മോളെ. അതിനീ അമ്മ എന്നും മോളോട് കടപ്പെട്ടിരിക്കും. എന്ന് ഞാൻ പോട്ടെ. ശരി. അവര് വലിയ സന്തോഷത്തിലാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ തൽക്കാലം എനിക്കും ആശ്വാസമുണ്ട്. പക്ഷെ സച്ചി, അവൻ അർച്ചനെ കണ്ടു. അത് അപകടമാ. ഒരു കാര്യം ഉറപ്പാ മൂർത്തി, സച്ചിനി ഗോകുലിന്റെ അർച്ചനയുടെയും പിന്നാലെ തന്നെ ഉണ്ടാവും. അല്ല, അർച്ചന സച്ചിയെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. സച്ചിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതൊന്നും സച്ചിക്കറിയില്ല. 10 കൊല്ലം അവൻ കാണാതിരുന്ന അവന്റെ അർച്ചനയാ അവന്റെ മുന്നിൽ അവൻ കണ്ടിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ ചങ്ങലക്കിട്ടിരുന്ന ആ പഴയ സച്ചി ഭ്രാന്തനെ പോലെ ഇനി അർച്ചനയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടാവും. ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ ബോംബ് പൊട്ടാൻ പോകുന്നത്. പിന്നിങ്ങോട്ട് സർവനാശമായിരിക്കും. സച്ചിയെ ഇനി തളച്ചിടാനാവില്ല. ബോധം വന്നാലുടൻ അവൻ അർച്ചനയ്ക്ക് പിന്നാലെ പായുക തന്നെ ചെയ്യും. അർച്ചന, അർച്ചന, ആരാ നിങ്ങള്? അർച്ചന, അർച്ചന.